കേരയിൽ പദ്ധതി പൊളിക്കാൻ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കേരളത്തിനു പുറത്തെ IT കമ്പനികളിൽ നിന്ന് 150 കോടി രൂപ കോഴ വാങ്ങിച്ചെന്ന PV അൻവർ എന്ന സൂപ്പർ ഡിറ്റക്റ്റീവിന്റെ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ ജി ശക്തിധരൻ എഴുതിയ ആരാണ് അൻവർ എന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ചർച്ചയാകുന്നു. നമ്മുടെ നിയമസഭ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ എങ്ങനെയാവും വ്യക്തിഹത്യയിലൂടെ രാഷ്ട്രീയ എതിരാളികളെ തകർത്തു തരിപ്പണമാക്കുക എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ ഒത്താശയോടെയും ആശീർവാദത്തോടെയും PV അൻവർ MLA വി.ഡി. സതീശന് നേരെ നടത്തിയ അതിക്രൂരമായ കടന്നാക്രമണമെന്നാണ് ജി ശക്തിധരൻ എഴുതിയിരിക്കുന്നത്. അൻവറിന്റെ ക്യാപ്സ്യൂൾ ഭക്ഷിച്ച് രഹസ്യമായി കോൾമയർ കൊണ്ട കോൺഗ്രസ് അംഗങ്ങളെയും ശക്തിധരൻ തേച്ചൊട്ടിക്കുന്നുണ്ട്. ആ ഫേസ്ബുക്ക് പോസ്റ്റിലെ പ്രസക്തമായ ഭാഗങ്ങൾ ഇതാ. മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഇതിന് തുനിഞ്ഞിറങ്ങിയതെന്നത് തിരിച്ചറിയാൻ സാമാന്യ ബുദ്ധി മതി. ഇതേ കാരണം തന്നെയാണ് ഡോക്ടർ മാത്യു കുഴൽനാടനോട് സഭയിലും തെരുവിലും കാണിച്ചതും. മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾക്കെതിരെ വാ തുറന്നാൽ പിന്നെ മിച്ചം വെക്കില്ല. ഫാസിസത്തിന്റെ താണ്ഡവ നൃത്തം അവിടെ തുടങ്ങും. അതാണ് സഭയിൽ കണ്ടത്. പക്ഷേ അൻവറെ പോലെ ഒരു നൃശംസനെ മാത്രമേ കിട്ടിയുള്ളൂ എന്നത് ഈ ദൗത്യത്തിന്റെ വിശ്വാസ്യത തകർത്തു കളഞ്ഞു. വി.ഡി. സതീശനെ സഭയിൽ രാഷ്ട്രീയമായി ഒതുക്കാൻ എന്തെല്ലാം കാരണങ്ങൾ പറയാം. ഇന്നത്തെ സഭയിൽ പോലും അൻവറിന്റെ ക്യാപ്സ്യൂൾ ഭക്ഷിച്ച് രഹസ്യമായി കോൾമയർ കൊണ്ട കോൺഗ്രസ് അംഗങ്ങൾ ഉണ്ടാകാം. അതാണ് കോൺഗ്രസ്. പക്ഷേ മാന്യമായി പൊതുപ്രവർത്തനം നടത്തുന്ന ഒരാളെ അകാരണമായി പക തീർക്കാൻ വ്യക്തിഹത്യക്ക് വാളോങ്ങുമ്പോൾ അതിലൊരു മനുഷ്യത്വമില്ലായ്മ നിഴലിടുന്നുണ്ട്. അൻവർ സഭയിൽ ചുരുൾ നിവർത്തിയ കഥയുടെ ആയുസ് കണ്ണു ചിമ്മുമ്പോൾ അവസാനിക്കുന്നതാണെന്ന് അൻവറിന്റെ ശരീരഭാഷയിൽ നിന്ന് തന്നെ മനസ്സിലാകുമായിരുന്നു. ഈ കഥയ്ക്ക് അൻവറിന്റെ നിലവാരം പോലും ഇല്ലാതെ പോയി. സഭയിലും നീതിപീഠത്തിനു മുന്നിലും ഇത്രയേറെ കൊടിയ അഴിമതി ആരോപണങ്ങൾ ചൂഴ്ന്നു നിൽക്കുന്ന ഒരു അൻവറിനെ മുഖ്യമന്ത്രി കരുവാക്കിയത് വീണ്ടും വിചാരമില്ലാത്ത നടപടിയായിപ്പോയി. ഇത് ചെയ്യരുതായിരുന്നു മുഖ്യമന്ത്രി. ഇത് വെറും തറ പരിപാടിയാണ്. ഇങ്ങനെ ആയിരുന്നില്ലല്ലോ CPM. പിണറായി വിജയൻ ഇന്നത്തെ നിലവാരത്തിലേക്ക് താണ അനുഭവം ഓർമ്മയിലില്ല. അദ്ദേഹം പാർട്ടി നേതാവായിരുന്ന കാലത്ത് ഇത്തരം സന്ദർഭങ്ങളിൽ ഒരിക്കലും ഇത്രത്തോളം താണിട്ടില്ല. കമലയുടെയും വീണയുടെയും വിവേകിന്റെയും പേരുകൾ സഭയിൽ ഉയർന്ന ശേഷമായിരിക്കാം സമനില വിട്ടുപോയി. മാസപ്പടിയുടെ കോടികൾ പുറത്തു ചാടിച്ച സതീശനെ ഏതൊക്കെ തരത്തിൽ നശിപ്പിക്കാമോ അത് മുഴുവൻ ഒറ്റ ശ്വാസത്തിൽ തീർത്തു കളയാമെന്ന് കരുതിയാൽ ഭൂമിയിൽ സത്യം എന്നൊന്നുണ്ട് എന്നത് മറക്കണ്ട. ഇന്ത്യൻ പാർലമെന്റിലെയും നിയമസഭയിലെയും ഒട്ടേറെ കുംഭകോണങ്ങൾ ഉയർത്തുന്നത് കണ്ടിട്ടുണ്ട്. ഇത്ര നീചവും നിന്ദ്യവും മനുഷ്യത്വ പറ്റില്ലാത്തതുമായ ഒരു പ്രവൃത്തിക്ക് സഭാതലം ഉപയോഗിക്കുന്നത് കാണുമ്പോൾ ജീർണതയുടെ പാരമ്യം എത്തിയെന്ന് വിശ്വസിക്കേണ്ടി വരികയാണ്. അൻവർ എന്താണ് സഭയിൽ പറഞ്ഞതെന്ന് ഒരു വരി പോലും ഇവിടെ ഉദ്ധരിക്കാതെ സതീശനെ ഏകപക്ഷീയമായി കുറ്റവിമുക്തമാക്കുന്നത് ശരിയാണോ എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിൽ എല്ലാം ഉണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ സത്യം തുറന്നു പറയുന്നില്ലെങ്കിൽ ഞാനും പിണറായി വിജയന്റെ ഭീഷണിക്ക് വഴങ്ങിയോ എന്ന് നല്ല മാധ്യമ പ്രവർത്തകർ സംശയിക്കും. ഇത്രയുമാണ് ജി ശക്തിധരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ന്യൂസ് ഡെസ്ക് കേരള ലൈഫ്. അവതരണം ശ്രീലക്ഷ്മി.